ഒന്ന് നിക്ക. പകൽ വെളിച്ചത്തിൽ ആ തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. വല്ലാവൂർ ദേവനാരായണ പുതുവാൾ എങ്ങോട്ടാണാവോ? വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങാന്ന് വെച്ചു. അരക്കല്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം. വിൽക്കാൻ പോവുക ഞാനത് ഏതെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കണ എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ നിനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീയും ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹം. ഒന്ന് നിൽക്കൂ. വേണ്ട. എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തന്നു. 10 ലക്ഷം ഉറുപ്പ്യാവുന്നാ പറയണത്. എവിടുന്ന് പിരിച്ചുണ്ടാക്കും ഇത്രയും തുക? ആവുന്നിടത്തോളം പിരിക്ക. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ സഹായം എന്തെങ്കിലും തേടാം. സാംസ്കാരിക വകുപ്പിന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരണ്ട. പല്ലാവൂർ ഗ്രാമത്തിലൊരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടേ തരട്ടെ, അത് മതി. അല്ലെങ്കിൽ എന്റെ പേരിൽ 4-5 മണ്ണുണ്ടല്ലോ, അത് വിൽക്കും. അത്ര തന്നെ. അച്യുതമാരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് ഒരടിയും 2 വിരലും ചേർന്ന തിശ്ര നട. ചമ്പക്കൂറ് ഒരടിയും 4 വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. എന്നാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, വരട്ടെ. ആയിക്കോട്ടെ. മാരാരെ, മതി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പൊക്കോളൂ. പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരേന്ന്. കുമാര, പോണ വഴിക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വിഴുങ്ങേണ്ട ദേവേട്ട? ഒരു 2 എണ്ണം പിടിപ്പിച്ചാലോ? മണക്കാണ്ടിരിക്കാൻ എന്റെ പുൽത്തൈലുണ്ടേ. വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. ദേ പുൽപ്പള്ളിക്കാരൻ സക്രിയ ഇങ്ങോട്ടിറങ്ങി കൊല്ലു ഞാൻ. എന്റെ മാതാവേ, ചെണ്ടൻ പോലെ പിടിക്കുന്ന ആൾക്കെങ്ങനെ ഇത്ര കൈക്കരുത്തേ? എന്നെ പോലെയുള്ളവന്റെ ഒക്കെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളരിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയോ നിനക്ക്? എവിടായിരുന്നു ഇത്രയും കാലം? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കറക്കത്തിൽ പെട്ടുപോയി. പിന്നെ മസനഗുഡിയിൽ നിന്ന് ബെസ്റ്റ് മാനർച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ബാഗർ. ഇന്ന് പറ്റില്ല. അച്ഛന് ഷഷ്ടിപൂർത്തി വീട്ടിൽ പോകണം. അത് പറ്റില്ല. ഷഷ്ടിപൂർത്തിയും പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കിളമാർക്കും പറഞ്ഞു. ശരിയാവില്ല സക്രിയ. ഞാനില്ല. ഞാൻ അറിയിക്കാം. കളഞ്ഞല്ലോടാ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും. അച്ഛാ, വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണം. വേണ്ട, നടക്കാൻ ബസ്സിലാക്കാം. എന്തിനാ ഇല്ലാത്ത കാശ് കളയണേ? ശരി. മോളെ വസന്തരെ, അച്ഛനും അമ്മയൊക്കെ എത്തിരിക്കണോ? മോള് കാത്തിരിക്കുകയായിരുന്നു. കുടിക്കാനുണ്ടായിരിക്കണ്ടേ? ഇപ്പോഴൊന്നും വേണ്ട മോളെ, എന്നാലോ കാര്യമായിട്ട്. രാവുണ്ണിയാർക്കറിയോ? മാന്നൂരുന്ന നമ്മുടെ വസന്തരുടെ വീട്ടിൽ നിന്ന്. ശങ്കര പൊതുവാള്. ശ്രീമതിയമ്മേ, ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരിയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന്. മൂത്ത് ധരിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടികള്. ഒക്കെ തന്നോളും ഗുരുവായൂരപ്പൻ. കള്ളത്തി, നീ ഒളിച്ചു വെക്കൊന്നും വേണ്ട. അറിഞ്ഞു ഞാൻ. ദേശമംഗലത്തുനിന്ന് നിനക്ക് വന്ന ആലോചന. എന്തേ?
ആളെ ഇഷ്ടായില്ലേ നിനക്ക്? കറുത്തിട്ടാ, പൊക്കവും ഇല്ല. നിറവും പൊക്കവും ഒന്നുമല്ല എന്റെ കുട്ടിയെ കാര്യം, സ്വഭാവ ഗുണ. അതുണ്ടെങ്കിൽ മനസ്സമാധാനം താനേ വന്നോളും. ദൈവത്തിനോട് അതിന് മാത്രം പ്രാർത്ഥിക്കേ. ഇവിടത്തെ കാര്യം എങ്ങനെയുണ്ട്? കൊടിയുണ്ടോ പണ്ടത്തെ പോലെ? അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആണുങ്ങളായാല് ഇത്തിരി അതൊക്കെ ഉണ്ടാവൂലോ. ഓരോ കഥകൾ അവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദേവേട്ടനെ പറ്റി. കുടിച്ചൊടുതുണി പോലും ഇല്ലാണ്ടെന്ന് തായമ്പോ കൊട്ടിന്നോ കല്ലുണ്ടാക്കിന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കന്മഷമുള്ളവര് പറഞ്ഞുണ്ടാക്കണ കഥകളാ മോളെ, വിശ്വസിക്കണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവ ദേവേട്ടൻ. ഇറച്ചിയിൽ നല്ലോണം എരിവ് കയറണം, അല്ലെങ്കിൽ ദേവേട്ടൻ കഴിക്കാൻ. അതെനിക്കറിയാൻ മേലായോ? ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയും. അവനെ സൂചിപ്പിച്ചിട്ട് നിനക്കെന്നതാ കാര്യം? പുൽപ്പള്ളി പെരുന്നാളിന് തായമ്പ് പൊട്ടിക്കാൻ. ഈ മാണിച്ചാനൊരു മണ്ടനാ. തായമ്പകക്കാരനാന്ന് വെച്ചാൽ അങ്ങനെ എഴുതി തള്ളിയൊന്നും വേണ്ട മാണിച്ചാൻ അയാളെ. നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മുട്ടില്ലാതെ നടന്നു വന്ന അയാളുടെ പേര് ഉപയോഗിച്ചിട്ടാ അങ്ങോട്ട് മാറും. നല്ല മാലാഹമാരെ പോലുള്ള പെമ്പിള്ളാരില്ലേ പുള്ളിയുടെ പരിധിയിൽ? അത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ കേട്ടത്. എന്റെ പിലിപ്പോസെ അയാൾക്കില്ല, പക്ഷെ നമുക്കുണ്ടല്ലോ. ഈ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞ വായിക്ക് കൊള്ളത്തില്ലെങ്കിലും അവരെ സൂചിപ്പിച്ചോണ്ട് നടന്നാ നമുക്കും വെട്ടാലോ. നല്ല സ്വയം റബ്ബർ വാചകം പഠിക്കാൻ കൊള്ളാം. ഇവിടെ വന്നിട്ടൊന്ന് സൽക്കരിച്ചോ നീ ഞങ്ങളെ? മാണിച്ച ഒന്ന് ക്ഷമി, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പരീക്ഷണ ഏറ്റടോ സക്രിയ സകലം ഒരു ഞാൻ പോവാ. അയ്യോ, അപ്പൊ മാനർച്ചിയും മൈലർച്ചിയും ഒന്നും വേണ്ട. ഇന്ന് അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാ, ഞാൻ പോണു. അല്ല അതെ, ഒന്ന് വരൂ. ഊണ് വിളമ്പാം. വന്നില്ലല്ലോ. എല്ലാരും വിശന്നിരിക്കല്ലേ? ചക്കരപ്പുറവാളെ, നമുക്ക് അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ ദേവൻ അവൻ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും. കല്യാണത്തിന് താലി കെട്ടണ നേരത്തെ മുങ്ങിയ ആളല്ലേ? തെരഞ്ഞു പിടിച്ച കല്ല് ഷാപ്പെന്ന് പൊക്കിയെടുത്തുകൊണ്ടൊന്നല്ലേ ചടങ്ങ് നടത്തിയത്? ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. വരിക, എല്ലാരും വരിക. മോനെ ഇപ്പൊ നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കുവോ കള്ളുകൂടിയന്മാരാണെന്ന്? എവിടെ അച്ഛനന്മാര് റോട്ടി കയറുന്നോണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വഴിയില്ല. ചേട്ടൻ നെയ്തേറ്റ് കയറുന്നോ ഞാനില്ല കൂടെ. കിട്ടാ വെയിലോ തന്നിലാവോ മോരും വെള്ളം കിട്ടിയാ പറയാ. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും അങ്ങനെ